പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പള്ളികൂടാശ കാലത്തിന്റെ 3-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച ദിവസമാണിന്ന്. വെള്ളിയാഴ്ച ദിവസം ഈശോയുടെ പീഡാനുഭവം പ്രത്യേകമായ തിരുസഭയിൽ ഓർമ്മിക്കുന്ന ദിവസം എന്ന നിലയിൽ നമ്മുടെ ജീവിതവും ഈശോയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത് ഏറെ പരിചിതമായ മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും കഥയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഈശോ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈശോയുടെ വാക്കുകൾ കൊണ്ട് അത് കേൾക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ഈശോ പറയുന്നു. അത് നിങ്ങളെ ശുദ്ധീകരിക്കും. ഈശോയുടെ വചനത്തിന്റെ വാക്കുകളുടെ പ്രത്യേകതയായി നമ്മൾ സുവിശേഷത്തിൽ പല കാര്യങ്ങൾ കാണുന്നുണ്ട്. ഈശോ പറയുന്ന പോലെ അത് നമ്മളെ ശുദ്ധീകരിക്കുന്ന കാര്യമാണ്. പലരെയും, കുഷ്ഠരോഗികളെ ഉൾപ്പെടെ ശുദ്ധീകരിച്ചു. ഈശോയുടെ വാക്കുകൾ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ്. ഈശോയുടെ വചനം സുഖപ്പെടുത്തുന്ന വചനമാണ്. ഈശോയുടെ വചനം ബലപ്പെടുത്തുന്ന വചനമാണ്. ഈശോയുടെ വചനം ധൈര്യപ്പെടുത്തുന്ന വചനമാണ്. ഈശോയുടേത് പാപം മോചിക്കുന്ന വചനമാണ്. ഈശോയുടേത് അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്ന വചനമാണ്. ഈശോയുടേത് ആത്മവിശ്വാസം തരുന്ന വചനങ്ങളാണ്. ഈശോയുടേത് ജീവൻ തരുന്ന വചനങ്ങളാണ്. ഈശോയുടെ വചനങ്ങൾ വഴി കാണിക്കുന്ന വചനങ്ങളാണ്. ഇങ്ങനെ ഒത്തിരിയേറെ പ്രത്യേകതകൾ ഈശോയുടെ വചനങ്ങൾക്ക്, വാക്കുകൾക്ക് ഉണ്ടെന്ന് നമ്മൾ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കും. നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് ആത്മശോധന ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓരോ ദിവസവും ഒത്തിരിയേറെ വചനങ്ങൾ, വാക്കുകൾ സംസാരിക്കുന്നവരാണ്. നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ വചനങ്ങൾക്ക് ഈ ഗുണങ്ങളുണ്ടോ? മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ, അവരെ ബലപ്പെടുത്താൻ, അവരെ ആശ്വസിപ്പിക്കാൻ, അവരുടെ കൂടെ നിൽക്കാൻ, അവർക്ക് ധൈര്യം കൊടുക്കാൻ, അവരെ പഠിപ്പിക്കാൻ, അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനൊക്കെ നമ്മുടെ വാക്കുകൾക്കും വചനങ്ങൾക്കും സാധിക്കുന്നുണ്ട്. ഈശോ പറയുന്നു, എൻ്റെ വാക്കുകൾ നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. എൻ്റെ വാക്കുകൾ, വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരുടെയും വചനങ്ങളും വാക്കുകളും മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുകയാണോ അതോ അവരെ അശുദ്ധമാക്കുകയാണോ ചെയ്യുന്നത്? വളരെ സുപ്രധാനമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ്. മറ്റുള്ളവരെ ശുദ്ധരാക്കുകയാണോ അശുദ്ധരാക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? ഈശോ തന്നെ പറഞ്ഞല്ലോ, ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഈശോയുടെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകൾ അത് ശുദ്ധീകരിക്കുന്നതായിരുന്നു, സൗഖ്യപ്പെടുത്തുന്നതായിരുന്നു, ആശ്വസിപ്പിക്കുന്നതായിരുന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വചനങ്ങൾ നമ്മളെയും അത് കേൾക്കുന്നവരെയും അശുദ്ധരാക്കുന്നുണ്ട്. അത് അവർക്ക് മുറിവ് നൽകുന്നുണ്ട്. അവരെ സുഖപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ വാക്കുകളും വചനങ്ങളും മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? നമുക്ക് ആഗ്രഹിക്കാം, ഈശോയുടെ വാക്കുകളും വചനങ്ങളും പോലെ നമ്മുടെ വാക്കുകളും സുഖപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും മുറിവുണക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ വായിൽ നിന്ന് വന്ന വചനങ്ങളും ഒരു വേള അങ്ങയുടെ വായിൽ നിന്ന് വന്ന തുപ്പലും എല്ലാം അത് സുഖപ്പെടുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമൊക്കെ കാരണമായി. ഈശോ ഒരു സംസാരിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്ന ഒരാളെ, ഒരു അന്ധനെ ഒക്കെ തൻ്റെ തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ച്, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി കണ്ണിൽ പുരട്ടി സൗഖ്യം കൊടുത്ത വ്യക്തിയാണല്ലോ. കർത്താവെ, അങ്ങയുടെ നാവിൽ നിന്ന് വന്ന ഉമിനീരിന് പോലും, അങ്ങയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾക്കുമെല്ലാം വലിയ സൗഖ്യത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്നു. കർത്താവെ, അത് മാറി മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്ന, ആശ്വാസം കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന, പ്രത്യാശ കൊടുക്കുന്ന വാക്കുകളായി അങ്ങയുടേതുപോലെ ഞങ്ങളുടേത് മാറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുസഭയിൽ വിശുദ്ധ സിസിലി എന്ന പുണ്യവതി അനുസ്മരിക്കുന്നു. ദേവാലയ ഗായകരുടെ മധ്യസ്ഥയാണ്. നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും കർത്താവിന് വേണ്ടി പാടുന്ന എല്ലാ ഗായകരെയും അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ സിസിലിയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.